തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയെ കൊന്നത് അമ്മാവൻ ഹരികുമാർ മാത്രമെന്ന് പോലീസ്. പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. സഹോദരിയായ ശ്രീധുവിനോടുള്ള വൈരാഗ്യമാണ് ദേവേന്ദു എന്ന 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊല്ലാൻ കാരണം. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനാൽ ഹരികുമാറിനെ വീണ്ടും ജയിലിലേക്ക് മാറ്റി. ദേവേന്ദുവിന്റെ കൊലപാതകം ഏറെ ഞെട്ടലോടുകൂടിയാണ് കേരളം ഒന്നാകെ നോക്കിക്കണ്ടത്. ഈ കൊലപാതകത്തിന് പിന്നിൽ അമ്മാവനായ ഹരികുമാർ മാത്രമാണ് ഉള്ളത് എന്ന ഒരു നിഗമനത്തിലെത്തിയിരിക്കുകയാണോ പോലീസ്? പോലീസ് പറയുന്നത് പ്രകാരം ഹരികുമാർ മാത്രമാണ് ഈ കേസിലെ പ്രതി എന്നുള്ളതാണ്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് അമ്മയായ, അതായത് ഹരികുമാറിന്റെ സഹോദരിയായ ശ്രീധുവിനോടുള്ള വൈരാഗ്യമാണ് എന്നാണ് പറയുന്നത്. ഈ കൊലപാതകം നടന്ന ഈ കഴിഞ്ഞ മാസം 29-ാം തീയതി ശ്രീധുവിനെ ഈ ഹരികുമാറിന്റെ മുറിയിലേക്ക് വരാൻ പറയുന്നു. ആ സമയത്ത് ഈ കുഞ്ഞ് കരഞ്ഞതോടുകൂടി ഈ ശ്രീധു ഹരികുമാറിന്റെ മുറിയിലേക്ക് പോയി തിരിച്ചു വന്നു. ഇതാണ് ഈ പ്രകോപനത്തിന് കാരണം എന്നുള്ളതാണ് പറയുന്നത്. ആദ്യ വേളയിൽ ഈ ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. അത്തരം പരസ്പരം ബന്ധമില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഈ വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിശോധനയിൽ മാനസിക പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്തി ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് ജയിലിലേക്ക് മാറ്റിയിരുന്നു. കാരണം ഈ മാനസിക പ്രശ്നം ഉണ്ടോ ഇല്ല എന്ന് ഈ ആരോഗ്യ വിദഗ്ധർ സ്ഥിരീകരിക്കേണ്ടിയിരുന്നു. പിന്നീട് ഈ ഇത്തരം മാനസിക പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്തി റിപ്പോർട്ട് ലഭിച്ച ശേഷം വീണ്ടും കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്ത് വീണ്ടും ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ കുറ്റപത്രം തയ്യാറാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് പോകും. ഇപ്പോഴത്തെ പോലീസിന്റെ കണ്ടെത്തൽ പ്രകാരം ഹരികുമാർ മാത്രമാണ് ഈ കേസിലെ പ്രതി. 2.5 വയസ്സുള്ള സഹോദരി പുത്രിയെ കിണറ്റിൽ എറിഞ്ഞ് കൊല്ലാനുള്ള കാരണം ഈ സഹോദരിയോടുള്ള വൈരാഗ്യം ആണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. സാജിദ, ഇതിൽ അമ്മ ശ്രീധുവിന് പങ്കുണ്ടോ എന്നതായിരുന്നു പ്രധാനമായി ഉയർന്നിരുന്ന ചോദ്യം. കാരണം അമ്മാവൻ ഹരികുമാറും അതുപോലെ തന്നെ ശ്രീധുവുമായി നടത്തിയ ചില വാട്സ്ആപ്പ് ചാറ്റുകൾ, സന്ദേശങ്ങളൊക്കെ പോലീസിന് സംശയങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പക്ഷേ എന്നാൽ അതിലൊന്നും ശ്രീധുവിന് യാതൊരു തരത്തിലുമുള്ള പങ്കില്ല, ശ്രീധുവിന് ഈ കൊലപാതകത്തെക്കുറിച്ച് യാതൊരു അറിവില്ല എന്ന് തന്നെയാണോ പോലീസ് വ്യക്തമാക്കുന്നത്? ഹരികുമാറും ശ്രീധുവും തമ്മിലുള്ള ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിൽ ശ്രീധുവിന് പങ്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് ഹരികുമാർ തന്നെ ചെയ്തതാണ്. അത് ഈ പെട്ടെന്ന് ഉണ്ടായ, ഈ കുഞ്ഞ് കരഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പ്രകോപനമാണ് എന്നുള്ളതും മറ്റുമാണ് ഈ മൊഴി നൽകിയിരിക്കുന്നത്. ഈ ശ്രീധുവിനെ ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഈ സാമ്പത്തിക തട്ടിപ്പിൽ ശ്രീധുവിന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക്. പക്ഷേ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിൽ ശ്രീധുവിന് കാര്യമായ പങ്കില്ല. അത് ഈ ശ്രീധു അറിഞ്ഞല്ല ഹരികുമാർ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അത്തരം ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. കുറ്റപത്രവും ആ രീതിയിലായിരിക്കും വരിക. പ്രതി, അതായത് അമ്മാവൻ ഹരികുമാർ മാത്രമാണ് പ്രതി എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ പോലീസ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം കേട്ടോ. ഈ ഹരികുമാർ കസ്റ്റഡിയിലായിരുന്നല്ലോ. ചോദ്യം ചെയ്യുന്നതിന് ഫസ്റ്റ് ഡേ തന്നെ അയാളല്ല എന്നൊരു വാർത്ത അന്ന് ഹരികുമാർ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അയാളുടെ മാനസിക നില പരിശോധിച്ചതിന് ശേഷം അയാൾക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് അറിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഹരികുമാറാണ് ഈ ഒരു പ്രതി. അതായത് ഹരികുമാർ ഈ ഒരു കുറ്റം സമ്മതിച്ചതായി എന്നാണ് അന്വേഷണ സംഘം പുറത്തു പറയുന്നത്. ഈ ഒരു പ്രതിയുടെ കസ്റ്റഡി കാലാവധി തീർന്നത് കൊണ്ട് തന്നെ ഹരികുമാർ ഇപ്പോൾ വീണ്ടും റിമാൻഡിലാണ്. കോടതി വീണ്ടും റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഹരികുമാറിനെ. കഴിഞ്ഞ മാസം 30-നായിരുന്നല്ലോ ഈ ഒരു ഹരികുമാർ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്തോണ്ട് പോയി കിണറ്റിലെടുത്ത് എറിഞ്ഞത്. ദേവേന്ദു എന്ന് പറയുന്ന 2.5 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ ശ്രീധു ശുചിമുറിയിൽ പോയ ആ ഒരു സമയത്താണ് ഈ ഹരികുമാർ ഈ ഒരു കൃത്യം ചെയ്തു എന്നായിരുന്നു അന്ന് പോലീസിന് നൽകിയിട്ടുണ്ടായിരുന്ന മൊഴിയും. അതിനുള്ള കാരണം ചോദിച്ചപ്പോഴാണ് സഹോദരിയോട് പെട്ടെന്നുണ്ടായ ഒരു വൈരാഗ്യം എന്നാണ് ഈ ഒരു ഹരികുമാർ അന്ന് മൊഴി നൽകിയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഫോണിലെ വാട്സപ്പ് ചാറ്റുകളൊക്കെ പുറത്ത് വന്നപ്പം അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടിയിരുന്നു. കാരണം ഒരു സഹോദര ബന്ധമല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു വാട്സപ്പ് ചാറ്റിൽ തന്നെ ഈ ഒരു ഹരികുമാർ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ, നീ റൂമിലോട്ട് വാ, അല്ലെങ്കിൽ നിന്റെ ആ നഗ്ന ചിത്രങ്ങളിൽ അയച്ചതാ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ വാട്സപ്പ് ചാറ്റ് അടക്കം അയച്ചത്. 29-ാം തീയതി രാത്രിയിലെ ഈ ഒരു ഹരികുമാർ ശ്രീധുവിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു റൂമിലോട്ട് വരാൻ. അപ്പൊ ശ്രീധു റൂമിലോട്ട് പോയെങ്കിലും ഈ ഒരു കുഞ്ഞ് കിടന്ന് കരഞ്ഞതുകൊണ്ട് ശ്രീധു തിരികെ മുറിയിലേക്ക് പോയി. തുടർന്ന് അടുത്ത ദിവസമാണ് ഈ ഒരു ഹരികുമാർ ഈ ഒരു കുഞ്ഞിനെ ആ ഒരു വൈരാഗ്യത്തിന്റെ പേരിൽ എടുത്ത് കിണറ്റിലെറിഞ്ഞത്. ഈ ഹരികുമാറിനെ ഇത്രയും കൃത്യങ്ങൾ ചെയ്യുമ്പോൾ ഹരികുമാർ മാനസിക രോഗിയായിരുന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ആ ഒരു ടൈമിൽ എല്ലാവരും പറഞ്ഞിരുന്നത്. സുഹൃത്തുക്കളടക്കം പറഞ്ഞിരുന്നതും ഹരികുമാറിന് യാതൊരു രീതിയിലുള്ള പ്രശ്നമില്ല, ചെറിയ ചെറിയ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നായിരുന്നു. പക്ഷേ ഈ ഒരു മാനസിക രോഗം ഈ ഒരു ഹരികുമാറിന് ഇല്ല എന്നുള്ളത് ആരോഗ്യ വിദഗ്ധർ സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തതും കൊലപാതക കുറ്റം കണ്ടെത്തിയതുമില്ല. അതേസമയം തന്നെ ഈ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിലെ അമ്മ ശ്രീധുവിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശ്രീധു ജോലി വാഗ്ദാനം ചെയ്ത് 5 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് രതീഷ് എന്ന് പറയുന്ന ആള് പോലീസിന് പരാതി നൽകിയത്. ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീധുവിനെ കസ്റ്റഡിയിലെടുത്തത്. ഇപ്പൊ അന്വേഷണത്തിലെ മറ്റൊരു ട്വിസ്റ്റ് എന്ന് പറയാൻ ഈ ഒരു കേസിലെ ഈ ഒരു ശ്രീധു മറ്റൊരു പോലീസുകാരനെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട്. ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാണ് ഈ ഒരു പരാതി കൊടുത്തിരിക്കുന്നത്. ഈ ഒരു അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഇക്കാര്യങ്ങളെല്ലാം പുറത്തു വന്നത്.
ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2 വയസ്സുകാരിയുടെ അമ്മയെ പോലീസ് ഉദ്യോഗസ്ഥൻ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് ആരോപണം. SP ഓഫീസിലെ സീനിയർ പോലീസ് ഓഫീസർ ഗിരീഷിനെതിരെയാണ് കുഞ്ഞിന്റെ അമ്മയുടെ മൊഴി. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത യുവതി തട്ടിയെടുത്ത പണം ഈ പോലീസ് ഉദ്യോഗസ്ഥനും നൽകിയിരുന്നെന്നും സൂചനയുണ്ട്. ലൈംഗിക ആരോപണത്തിൽ കേസെടുത്തെങ്കിലും യുവതിയുടെ മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. TV പ്രസാദ് നൽകും കൂടുതൽ വിവരങ്ങൾ. TV പ്രസാദ്, ഒരു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിന്റെ പിന്നാമ്പുറ കഥകൾ അത് കൂടുതൽ സങ്കീർണ്ണ. പോലീസ് അതീവ രഹസ്യമായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. എന്തായാലും ഫെബ്രുവരി മാസം 5-ാം തീയതിയാണ് ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പീഡന ആയതുകൊണ്ട് തന്നെ FIR ഓൺലൈനിൽ ലഭ്യവുമല്ല. പക്ഷേ നെയ്യാറ്റിൻകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3-ൽ ഇക്കാര്യം FIR ഉൾപ്പെടെയുള്ള രേഖകൾ പോലീസ് സമർപ്പിച്ചിട്ടുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന്റെ അമ്മയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ് പോലീസ് എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്. അന്നേരത്തെ നമുക്കറിയാവുന്നതുപോലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് കുഞ്ഞിന്റെ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇങ്ങനെ ദേവസ്വം ബോർഡിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി ലക്ഷങ്ങൾ കുഞ്ഞിന്റെ അമ്മ വാങ്ങിയിരുന്നു. ഈ പണം ഈ പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറി എന്നാണ് പറയുന്നത്. പരശുവയ്ക്കൽ സ്വദേശി ഗിരീഷാണ് SP ഓഫീസിലെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. മാത്രമല്ല തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന മൊഴിയുമുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോലീസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതീവ രഹസ്യമായിട്ടാണ് ഇക്കാര്യം അന്വേഷിക്കുകയും ചെയ്തത്. പലതവണ മൊഴി മാറ്റി പറഞ്ഞ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴി പൂർണ്ണമായി പോലീസ് വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നത് എന്നാണ് പോലീസിലെ ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന. TV ഇതിനിടയിൽ തന്നെയായിരുന്നു ദേവിദാസൻ, അതായത് മുട്ടസ്വാമി എന്നറിയപ്പെടുന്ന ആ ഒരു പ്രദീപ് കുമാറിന്റെ കാര്യങ്ങളും പുറത്തു വന്നതും. അപ്പം ഈ പ്രദീപ് കുമാറിനെ കുറിച്ചും അന്വേഷിച്ചപ്പോഴും പുറത്തു വരുന്ന കാര്യങ്ങൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. ഈ ഒരു പോലീസിനെതിരെ ഈ ഒരു ശ്രീതു കൊടുത്ത പരാതിയാണ് ഈ കുഞ്ഞിന്റെ മരണത്തിന് ഒരു വഴിത്തിരിവായെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും കൊള്ളാലെ, ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് സംഭവിക്കുന്നതെന്നറിയും. എന്തായാലും ഇപ്പോൾ ഹരികുമാർ മാത്രമാണ് പ്രതി എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസുകാരെ ഒരു നിഗമനത്തിലെത്തുന്നത്. ഇനി ഈ ഹരികുമാർ മാത്രമാണോ അതോ ശ്രീധുവിനും ഇതിൽ പങ്കുണ്ടോ? കാരണം തുടക്കം മുതലേ ശ്രീധുവിന് ഒരു സംശയം തന്നെയായിരുന്നു എല്ലാവർക്കും. ശ്രീധുവിനും ഈ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പങ്കുണ്ട് എന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും സംശയം. കാരണം പറയുന്ന കാര്യങ്ങൾ, രണ്ടുപേരും പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വാസയോഗ്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ഈ സംശയങ്ങൾ ഏറിയത്. എന്തായാലും ശരി, ഇപ്പോൾ ഈ ഒരു കേസിലെ ഹരികുമാറാണ് പ്രതി എന്നുള്ള കണ്ടെത്തലിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്.